തിരുവനന്തപുരം കോവളത്ത് CPM ജില്ലാ സമ്മേളന വേദിക്കരികെ യുവാവിൻ്റെ ആത്മഹത്യാ ശ്രമം. വിഴിഞ്ഞം തോട്ടരികത്ത് വീട്ടിൽ 43 വയസ്സുകാരനായ രതീഷാണ് സ്വയം തീ കൊളുത്തിയത്. രക്ഷാപ്രവർത്തനത്തിനിടെ CPM പ്രവർത്തകനായ അരവിന്ദ് സൂര്യയുടെ കൈക്ക് പൊള്ളലേറ്റു. 40% പൊള്ളലേറ്റ രതീഷിനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മദ്യലഹരിയിലായിരുന്നു ഇയാൾ ആത്മഹത്യക്ക് ശ്രമിച്ചതെന്ന് പോലീസ് പറഞ്ഞു. സമ്മേളനം കഴിഞ്ഞ് മുഖ്യമന്ത്രി മടങ്ങിയതിന് പിന്നാലെ കലാപരിപാടി നടന്ന വേദിക്കരികിൽ ഇന്നലെ രാത്രി 10:15 സംഭവം. മദ്യലഹരിയിലായിരുന്ന യുവാവ് 2 തവണ വേദിയിൽ കയറാൻ ശ്രമിച്ചെങ്കിലും പ്രവർത്തകർ തടഞ്ഞു. തുടർന്ന് പ്രവർത്തകർ ചേർന്ന് ഇയാളെ വേദിയുടെ ഇടതുവശത്തേക്ക് മാറ്റി. അവിടെ കസേരയിലിരുന്ന യുവാവ് കയ്യിൽ കരുതിയിരുന്ന പെട്രോൾ ശരീരത്തിലൊഴിച്ച് തീ കൊളുത്തുകയായിരുന്നു. ഇയാളുടെ ഭാര്യയും മക്കളും സമീപത്തിരുന്ന് കലാപരിപാടി കാണുന്നുണ്ടായിരുന്നു. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ആൽസലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. തീ പടരുന്നത് കണ്ടതോടെ CPM പ്രവർത്തകർ ഓടിയെത്തി ചാക്കും ടാർപോളിനും ഉപയോഗിച്ച് രതീഷിനെ രക്ഷിക്കുകയായിരുന്നു. ഉടൻ വിഴിഞ്ഞം പോലീസെത്തി ആശുപത്രിയിൽ കൊണ്ടുപോകാൻ ആംബുലൻസിൽ കയറ്റിയെങ്കിലും രതീഷ് തയ്യാറായില്ല. വാഹനത്തിൻ്റെ ഡോറ് തുറന്ന് 2 തവണ ഇയാൾ പുറത്തിറങ്ങി. ഒടുവിൽ പോലീസ് ബലം പ്രയോഗിച്ചാണ് രതീഷിനെ വാഹനത്തിൽ കയറ്റിയത്. ഇയാളുടെ ഭാര്യയെയും മക്കളെയും ഒപ്പം കൊണ്ടുപോയി. രതീഷിൻ്റെ കുടുംബം CPM അനുഭാവികളായിരുന്നു. ആത്മഹത്യാശ്രമത്തിൻ്റെ കാരണമറിയില്ലെന്ന് വിഴിഞ്ഞം പോലീസ് പറഞ്ഞു. കയ്യിൽ പെട്രോളുമായി എത്തിയതുകൊണ്ട് തന്നെ ഇത് ആസൂത്രിതമായ ആത്മഹത്യക്കുള്ള ശ്രമമായിരുന്നുവെന്നാണ് വിലയിരുത്തൽ. മുഖ്യമന്ത്രിയുടെ വേദിക്കരികെ ഉണ്ടായ സംഭവം വലിയ സുരക്ഷാ വീഴ്ചയാണ്. ഇയാൾ സ്വയം പ്രകോപനമുണ്ടാക്കി പ്രശ്നം സൃഷ്ടിക്കുകയായിരുന്നുവെന്നാണ് വിലയിരുത്തൽ. തീ പടരുന്നത് കണ്ടതോടെ CPM പ്രവർത്തകർ ഓടിയെത്തി ചാക്കും ടാർപോളിനും ഉപയോഗിച്ചാണ് രതീഷിനെ രക്ഷപ്പെടുത്തിയത്. ഇല്ലെങ്കിൽ സംഭവസ്ഥലത്ത് തന്നെ മരണം സംഭവിക്കാൻ സാധ്യതയേറെയായിരുന്നു. കാരണം കയ്യിൽ കരുതിയിരുന്നത് പെട്രോളായിരുന്നു. CPM 24-ാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായി നടന്ന കൺവെൻഷനിലാണ് ഇങ്ങനെ ഒരു സംഭവം നടന്നത്. ആവശ്യം ഏതുമാകട്ടെ, പണം ഞങ്ങൾ തരും.